നമസ്കാരം. നൈസ് ടിവി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പഴഞ്ഞി മേഖലയിലെ ദേവാലയങ്ങളിൽ ദനഹ പെരുന്നാൾ ആഘോഷിച്ചു. ദനഹ പെരുന്നാളിന്റെ ഭാഗമായി പെങ്ങാമുക്ക് തെക്കുമുറി പെരുന്നാൾ ആഘോഷ കമ്മിറ്റി 15 അടിയോളം ഉയരമുള്ള ഡിജിറ്റൽ LED പിണ്ടി തെളിയിച്ചു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ യേശുദേവന്റെ മാമോദീസയെ അനുസ്മരിച്ച് ദനഹ പെരുന്നാൾ ആഘോഷിച്ചു. പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രലിന് കീഴിലുള്ള ജെറുസലേം സെന്റ് ജോൺസ് കുരിശുപള്ളി പെരുന്നാൾ ആഘോഷിച്ചു. പെങ്ങാമുക്ക് ഹൈസ്കൂളിലെ 1999-2000 കാലഘട്ടത്തിലെ പൂർവ്വ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് ഓർമ്മ സമ്മാനം കൈമാറി. ആർത്താറ്റെ കുന്നംകുളം സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിൽ വികാരിമാർ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഇടത്തരികത്തുകാവിലെ നാട്ടുകാരുടെ വകയായുള്ള പിള്ളേര് താലപ്പൊലി ഭക്ത്യാദരപൂർവ്വം ആഘോഷിച്ചു. മാനസിക നില തെറ്റിയ അന്യസംസ്ഥാന യുവാവിന് സുരക്ഷയൊരുക്കി കുന്നംകുളം പോലീസ്. ചിക്കൻ സ്റ്റാൾ വർക്കേഴ്സ് യൂണിയൻ CITU ഏരിയ കമ്മിറ്റി രൂപീകരണ യോഗം നടത്തി. ഗുരുവായൂർ മമ്മിയൂരിൽ ജല അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടി ആയിരക്കണക്കിന് ലിറ്റർ കുടിവെള്ളം പാഴായി. വാർത്തകൾ വിശദമായി. പഴഞ്ഞി മേഖലയിലെ ദേവാലയങ്ങളിൽ ദനഹ പെരുന്നാൾ ആഘോഷിച്ചു. മേഖലയിലെ ദേവാലയങ്ങളിൽ ദനഹ പെരുന്നാൾ ആഘോഷിച്ചു. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ഇന്നലെ വൈകിട്ട് 6-ന് സന്ധ്യാനമസ്കാരവും പിണ്ടി തെളിയിക്കലും ഉണ്ടായി. ഇന്ന് രാവിലെ 7 മണിക്ക് പ്രഭാത നമസ്കാരം, 8 മണിക്ക് വെള്ളം വാഴ് ശുശ്രൂഷ, വിശുദ്ധ കുർബാന എന്നിവയുണ്ടായി. ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ സക്കറിയ കുളനൂർ, ഫാദർ തോമസ് ചാണ്ടി, ട്രസ്റ്റി സുമേഷ് വിൽസൺ, സെക്രട്ടറി ലിജിൻ ചാക്കോ എന്നിവർ നേതൃത്വം കൊടുത്തു. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയിൽ ദനഹ പെരുന്നാളിന്റെ ഭാഗമായി ഇന്നലെ വൈകിട്ട് 6:30 സന്ധ്യ നമസ്കാരവും പിണ്ടി തെളിയിക്കലും നടന്നു. ഇന്ന് രാവിലെ വിശുദ്ധ കുർബാനയും ദനഹ ശുശ്രൂഷയും ഉണ്ടായിരുന്നു. വികാരി ഫാദർ എൽദോ എം ജോയ്, പഴയ പള്ളി ട്രസ്റ്റി CV വറീദ്, ട്രസ്റ്റ് KP തമ്പി, സെക്രട്ടറി CV സൈമൺ എന്നിവർ നേതൃത്വം കൊടുത്തു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ സെന്റ് മേരീസ് പള്ളിയിൽ ഇന്നലെ വൈകിട്ട് സന്ധ്യ നമസ്കാരവും പിണ്ടി തെളിയിക്കലും ഉണ്ടായി. ഇന്ന് രാവിലെ വിശുദ്ധ കുർബാനയും വെള്ളം വാഴ ശുശ്രൂഷയും ഉണ്ടായി. വികാരി ഫാദർ വർഗീസ് വാഴപ്പള്ളി, ട്രസ്റ്റി നെൽസൺ തോമസ്, സെക്രട്ടറി PK സക്കറിയ എന്നിവർ നേതൃത്വം നൽകി. ദനഹ പെരുന്നാളിന്റെ ഭാഗമായി പെങ്ങാമുക്ക് തെക്കുമുറി പെരുന്നാൾ ആഘോഷ കമ്മിറ്റി 15 അടിയോളം ഉയരമുള്ള ഡിജിറ്റൽ LED പിണ്ടി തെളിയിച്ചു. ദനഹ പെരുന്നാളിന്റെ ഭാഗമായി പെങ്ങാമുക്ക് തെക്കുമുറി പെരുന്നാൾ ആഘോഷ കമ്മിറ്റി 15 അടിയോളം ഉയരമുള്ള ഡിജിറ്റൽ LED പിണ്ടി തെളിയിച്ചു. പിണ്ടി തെളിയിച്ചത് കാണാൻ നിരവധി പ്രദേശവാസികൾ എത്തിയിരുന്നു. കമ്മിറ്റി ഭാരവാഹികളായ CS സജി, KM സജി, PU ഷാജൻ, CP സജോയ്, K സോജൻ, KS സുവിൻ, PS എൽദോ, TG എബിൻ, അരുൺ തമ്പി, വിപിൻ ബാബു എന്നിവർ പിണ്ടി തെളിയിക്കലിന് നേതൃത്വം കൊടുത്തു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ യേശുദേവന്റെ മാമോദീസയെ അനുസ്മരിച്ച് ദനഹ പെരുന്നാൾ ആഘോഷിച്ചു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ യേശുദേവന്റെ മാമോദീസയെ അനുസ്മരിച്ച് ദനഹ പെരുന്നാൾ ആഘോഷിച്ചു. ഇന്നലെ രാത്രി സന്ധ്യാനമസ്കാരത്തിന് ശേഷം എൽദോ ചാപ്പലിൽ 20 അടി ഉയരത്തിലുള്ള അലങ്കരിച്ച പിണ്ടിയിൽ ഫാദർ ജേക്കബ് കക്കാട്ട് ആദ്യ തിരി തെളിയിച്ചു. പള്ളിയിൽ തിരി തെളിഞ്ഞതോടെ അങ്ങാടിക്ക് ചുറ്റുമുള്ള വീടുകൾക്ക് മുന്നിൽ ഒരുക്കിയ പിണ്ടികളിൽ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന അംഗവും തിരി കത്തിച്ചു. കൂടാതെ വീട്ടുമുറ്റങ്ങളിൽ മൺചിരാതുകളും മെഴുകുതിരികളും കത്തിച്ചു. വൈദ്യുതി ദീപാലങ്കാരങ്ങളാലും വെളിച്ചത്തിന്റെ ആഘോഷത്തിനെ വരവേറ്റു. ഇന്ന് രാവിലെ ഫാദർ ജേക്കബ് കക്കാട്ട് ദനഹ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുത്തു. വെള്ളം വാഴ് ശുശ്രൂഷ, വിശുദ്ധ കുർബാന എന്നിവയുണ്ടായി. വാഴ്ത്തിയ വെള്ളം വിശ്വാസികൾ ഭവനങ്ങളിലേക്ക് കൊണ്ടുപോയി. ഇന്ന് വൈകിട്ടും പിണ്ടിയിൽ തിരിതെളിയിക്കും. പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രലിന് കീഴിലുള്ള ജെറുസലേം സെന്റ് ജോൺസ് കുരിശുപള്ളി പെരുന്നാൾ ആഘോഷിച്ചു. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിന്റെ കീഴിലുള്ള ജെറുസലേം സെന്റ് ജോൺസ് കുരിശുപള്ളി പെരുന്നാൾ ഇന്നലെയും ഇന്നുമായി ആഘോഷിച്ചു. ഇന്നലെ വൈകിട്ട് 7-ന് സന്ധ്യാ നമസ്കാരം, പ്രദക്ഷിണം എന്നിവയുണ്ടായി. ഇന്ന് രാവിലെ 7-ന് പ്രഭാത നമസ്കാരം, വിശുദ്ധ കുർബാന, പ്രദക്ഷിണം ശേഷം ആശീർവാദത്തോടെ പെരുന്നാൾ ശുശ്രൂഷകൾ സമാപിച്ചു. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് കത്തീഡ്രൽ വികാരി ഫാദർ സക്കറിയ കുളനൂർ, സഹവികാരി ഫാദർ തോമസ് ചാണ്ടി, ട്രസ്റ്റി സുമേഷ് P വിൽസൺ, സെക്രട്ടറി ലിജിൻ ചാക്കോ എന്നിവർ നേതൃത്വം കൊടുത്തു.
പെങ്ങാമുക്ക് ഹൈസ്കൂളിലെ 1999-2000 കാലഘട്ടത്തിലെ പൂർവ്വ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് ഓർമ്മ സമ്മാനം കൈമാറി. പെങ്ങാമുക്ക് ഹൈസ്കൂളിലെ 1999-2000 കാലഘട്ടത്തിലെ SSLC പൂർവ്വ വിദ്യാർത്ഥികൾ സ്കൂളിലെ ലൈബ്രറിക്ക് ഓർമ്മ സമ്മാനമായി പുസ്തകങ്ങൾ കൈമാറി. 21 വർഷത്തെ ഓർമ്മകൾ പുതുക്കിയാണ് ദനഹ പെരുന്നാളിന്റെ വെളിച്ചത്തിൽ വിദ്യാർത്ഥികൾക്ക് വായിച്ചു വളരാനായി സ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ കൈമാറിയത്. പൂർവ്വ വിദ്യാർത്ഥികളായ ഷൈജു, ഉണ്ണികൃഷ്ണൻ, റോയ്, നൌഷാദ്, ജയശങ്കർ, ശരത് എന്നിവർ കാട്ടകാമ്പൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മയ്ക്ക് സ്കൂൾ അങ്കണത്തിൽ വെച്ച് പുസ്തകങ്ങൾ കൈമാറി. PTA പ്രസിഡന്റ് വിജയഗോപി, പ്രധാനാധ്യാപകൻ CG ഷനോജ് എന്നിവർ ഏറ്റുവാങ്ങി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PA യദുകൃഷ്ണ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം NK ഹരിദാസൻ, വാർഡ് അംഗം MA അബ്ദുൾ റഷീദ് എന്നിവർ ആശംസകൾ നേർന്നു. ലൈബ്രറി ഇൻചാർജ് മെബിത ടീച്ചർ ചടങ്ങിന് നന്ദി അറിയിച്ചു. ആർത്താറ്റ് കുന്നംകുളം സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിൽ വികാരിമാർ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. യാക്കോബായ സുറിയാനി സഭയ്ക്കെതിരെയുള്ള നീതി നിഷേധങ്ങൾക്കും പള്ളി കയ്യേറ്റങ്ങൾക്കുമെതിരെ തിരുവനന്തപുരത്ത് നടക്കുന്ന അവകാശ സംരക്ഷണ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആർത്താറ്റ് കുന്നംകുളം സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിൽ വികാരിമാരായ ഫാദർ രാജൻ മാണിക്കോർ എപ്പിസ്കോപ്പ, ഫാദർ സിജി മാത്യു, സഹവികാരി ഫാദർ ജിബിൻ ചാക്കോ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത്. അഡ്വക്കേറ്റ് ചാക്കോ ജോർജ് പ്രതിഷേധ പ്രസംഗവും പള്ളി സെക്രട്ടറി ഗ്രിഗറി പനക്കൽ പ്രതിഷേധ പ്രമേയവും അവതരിപ്പിച്ചു. ഏറെ പുതുമകളുമായി വിശ്വാസ് കമ്പ്യൂട്ടേഴ്സിന്റെ പുതിയ സ്ഥാപനം കുന്നംകുളത്തിന്റെ ഹൃദയഭാഗത്ത് പ്രവർത്തനം ആരംഭിച്ചു. കുന്നംകുളം തൃശൂർ റോഡിലെ AB മാളിലാണ് വിവിധ ബ്രാൻഡഡ് ലാപ്ടോപ്പുകൾ, ഡെസ്ക്ടോപ്പുകൾ, പ്രിന്റേഴ്സ്, മറ്റ് അനുബന്ധ ഉപകരണങ്ങൾ. നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ വ്യത്യസ്ത മോഡലുകൾ, മികച്ച സ്റ്റാഫുകളുടെ സേവനം, അതിവേഗ ലോൺ സൗകര്യം, സുരക്ഷിതമായ കമ്പ്യൂട്ടർ സർവീസ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, ഇൻഷുറൻസ് പരിരക്ഷ, ഹോം ഡെലിവറി തുടങ്ങിയ സൗകര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വിശ്വാസ് കമ്പ്യൂട്ടേഴ്സ്, തൃശൂർ റോഡ്, AB മാൾ, കുന്നംകുളം. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും വാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജാപ്പാക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ് NVKM and Sons Dindigul. സോൺ ഡിസ്ട്രിബ്യൂട്ടർ റോജ ഏജൻസീസ് കുന്നംകുളം. ഫോൺ 9446145776 9446145778. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഇടത്തരികത്തുകാവിലെ നാട്ടുകാരുടെ വകയായുള്ള പിള്ളേര് താലപ്പൊലി ഭക്ത്യാദരപൂർവ്വം ആഘോഷിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഇടത്തരികത്തുകാവിലെ നാട്ടുകാരുടെ വകയായുള്ള പിള്ളേര് താലപ്പൊലി ഭക്ത്യാദരപൂർവ്വം ആഘോഷിച്ചു. താലപ്പൊലി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും വകയായിട്ടാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പിള്ളേര് താലപ്പൊലി ആഘോഷം നടന്നത്. ആചാരങ്ങൾ ഒന്നും തന്നെ ഒഴിവാക്കാതെ കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചാണ് ഭക്തിനിർഭരമായി താലപ്പൊലി മഹോത്സവം കൊണ്ടാടിയത്. എല്ലാ വർഷവും 1000-ലേറെ നിറപറയൊരുക്കിയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഇടത്തരികത്തുകാവ് ഭഗവതിയുടെ താലപ്പൊലി ആഘോഷം നടക്കാറുള്ളത്. എന്നാൽ ഇക്കുറി
വെറും 11 പറകളിൽ ദ്രവ്യങ്ങൾ നിറച്ച് പറയെടുപ്പ് വെറും ആചാരം മാത്രമാക്കി നടത്തി. ഉച്ചയ്ക്ക് 12 മണിയോടെ ക്ഷേത്രത്തിലെ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി നടയടച്ച ശേഷം ശങ്കരപുരം പ്രകാശന്മാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യത്തോടെയുള്ള എഴുന്നള്ളിപ്പിനെ കൊമ്പൻ ഇന്ദ്രസൻ ഭഗവതിയുടെ തിടമ്പേറ്റി. പുറനാട്ടുകര പുരുഷോത്തമൻ മദ്ദളത്തിലും തെച്ചിയിൽ ഷൺമുഖൻ ഇലത്താളത്തിലും വെള്ളാട്ടുമുരളി കൊമ്പിലും രജീഷ് മാരാർ ഇടക്കയിലും പക്കമേളമൊരുക്കി. 1:15 പുറത്തേക്കിറങ്ങി കിഴക്കോട്ടുള്ള എഴുന്നള്ളിപ്പിൽ പഞ്ചവാദ്യം അകമ്പടിയായി. തുടർന്ന് ഗുരുവായൂർ ശശിമാരാരുടെ നേതൃത്വത്തിൽ മേളത്തോടെയുള്ള തിരിച്ചുവരവിനെ തെച്ചിയിൽ ഷൺമുഖൻ ഇലത്താളത്തിലും ഗുരുവായൂർ വേണു കുറുങ്കുഴലിലും വെള്ളാട്ടുമുരളി കൊമ്പിലും പക്കമേളമൊരുക്കി. മേളത്തോടെയുള്ള തിരിച്ചുവരവിന് ശേഷം ചുവപ്പ് പട്ടണിഞ്ഞ് ഭഗവതിയുടെ വാളും ചിലമ്പുമായി കോമരം സുരേന്ദ്രൻ നായർ ഉറഞ്ഞുതുള്ളി പറ സ്വീകരിച്ചു. നാളികേരം, അരി, മലർ, അവിൽ, പുഷ്പം, കുങ്കുമം, ശർക്കര, പഴം, നെല്ല്, വെറ്റില, അടയ്ക്ക തുടങ്ങി പറകൾ സ്വീകരിച്ചാണ് ഉറഞ്ഞുതുള്ളിയ കോമരം തത്സമയം ക്ഷേത്രനടയിൽ പരിമിതമായ ഭക്തർക്ക് അനുഗ്രഹ വർഷം ചൊരിഞ്ഞത്. കോവിഡ് മാനദണ്ഡങ്ങളുടെ ഭാഗമായി പറയെടുപ്പ് സമയത്ത് ക്ഷേത്ര പരിസരത്തേക്ക് ഭക്തരെ പ്രവേശിപ്പിച്ചിരുന്നില്ല. ആൾക്കൂട്ടത്തെ തികച്ചും ഒഴിവാക്കിയിരുന്നു താലപ്പൊലി ആഘോഷം നടന്നത്. പറയെടുപ്പിന് ശേഷം നാദസ്വരത്തോടെ കുളപ്രദക്ഷിണം ചെയ്ത് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ച് ചടങ്ങ് അവസാനിപ്പിച്ചു. രാത്രി 9-നുള്ള എഴുന്നള്ളിപ്പിന് ശേഷം ഭഗവതിക്ക് കളംപാട്ടും ഉണ്ടായിരുന്നു. ക്ഷേത്ര ദർശനത്തിന് അവസരം ലഭിച്ച ഭക്തർക്ക് താലപ്പൊലി ദിനമായ ഇന്ന് സ്വർണ്ണക്കിരീടവും പൊൻവാളും സ്വർണ്ണമാലകളുമായി സർവാഭരണ വിഭൂഷിതയായിട്ടായിരുന്നു ഇടത്തരികത്ത് കാവിലമ്മ ദർശനം നൽകിയത്. മാനസിക നില തെറ്റിയ അന്യസംസ്ഥാന യുവാവിന് സുരക്ഷയൊരുക്കി കുന്നംകുളം പോലീസ്. പോർക്കുളം കൊങ്ങണൂർ CV ശ്രീരാമൻ റോഡിന് സമീപം മാനസിക നില തെറ്റിയ രീതിയിൽ കണ്ടെത്തിയ അന്യസംസ്ഥാന യുവാവിന് രക്ഷയായി കുന്നംകുളം പോലീസ്. പ്രദേശത്ത് ഒരു യുവാവ് അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നുണ്ടെന്ന് കുന്നംകുളം പോലീസിൽ പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റാണ് വിവരം നൽകിയത്. SHO KG സുരേഷ് നിർദ്ദേശപ്രകാരം SI-മാരായ F ജോയിയും BS സന്തോഷും സ്ഥലത്തെത്തി പ്രദേശവാസിയായ സനൂപിന്റെ സഹായത്തോടെ യുവാവിനെ കണ്ടെത്തുകയും യുവാവിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു. യുവാവിന്റെ മറുപടികൾ അവ്യക്തമായിരുന്നു. യുവാവിന്റെ കൈവശമുണ്ടായ രേഖകളിൽ നിന്നും പേര് വിനോദ് കുമാർ മൗര്യ എന്നാണെന്നും ഉത്തർപ്രദേശ് സ്വദേശിയാണെന്നും കണ്ടെത്തി. ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കിയ പോലീസ് നാട്ടുകാരുടെ സഹായത്തോടെ യുവാവിന് ഭക്ഷണം എത്തിച്ചു നൽകി. രേഖകളിൽ നിന്ന് ലഭിച്ച ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയും 2020 നവംബർ മാസത്തിൽ ഉത്തർപ്രദേശിൽ നിന്നും കാണാതായതെന്നും വ്യക്തമായി. കാണാതായ സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തത് അറിയുകയും ഉത്തർപ്രദേശിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് ബന്ധുവാണെന്നും കണ്ടെത്തി. വിവരങ്ങൾ സിറ്റി പോലീസ് മേധാവി R ആദിത്യ IPS കൈമാറി. യുവാവിനെ കോവിഡ് ടെസ്റ്റിന് ശേഷം അഭയ കേന്ദ്രത്തിലേക്ക് മാറ്റി. ബന്ധുക്കൾ ഉത്തർപ്രദേശിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം ലഭിച്ചത്. അവർ ഇന്ന് തന്നെ എത്തുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. CPOമാരായ സന്ദീപ്, ഷജീർ, അബൂബക്കർ എന്നിവരും പോലീസ് സംഘത്തിലുണ്ടായിരുന്നു. ചിക്കൻ സ്റ്റാൾ വർക്കേഴ്സ് യൂണിയൻ CITU ഏരിയ കമ്മിറ്റി രൂപീകരണ യോഗം നടത്തി. ചിക്കൻ സ്റ്റാൾ വർക്കേഴ്സ് യൂണിയൻ കുന്നംകുളം ഏരിയ കമ്മിറ്റി രൂപീകരണ യോഗം നടത്തി. CITU സംസ്ഥാന കമ്മിറ്റി അംഗം KF ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. ബാബു പുലിക്കോട്ടിൽ അധ്യക്ഷത വഹിച്ചു. PM സോമൻ, ജലീൽ കണ്ടാണശ്ശേരി എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി ബാബു പുലിക്കോട്ടിലിനെയും സെക്രട്ടറിയായി ജലീൽ കണ്ടാണശ്ശേരിയെയും ട്രഷററായി PT ജോസിനെയും തെരഞ്ഞെടുത്തു. ഗുരുവായൂർ മമ്മിയൂരിൽ ജല അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടി ആയിരക്കണക്കിന് ലിറ്റർ കുടിവെള്ളം പാഴായി. പൊട്ടിയ പൈപ്പ് ശരിയാക്കുന്നതുവരെ ഒരുമനയൂർ കടപ്പുറം പഞ്ചായത്തുകളിൽ കുടിവെള്ളം മുടങ്ങും. ഗെയിൽ വാതക വിതരണ കുഴൽ സ്ഥാപിക്കുന്നതിനായി കുഴിയെടുക്കുമ്പോഴാണ് മമ്മിയൂർ അത്താണി സെന്ററിൽ രാവിലെ 4 മണിയോടെ പൈപ്പ് പൊട്ടിയത്. കൂറ്റനാട് പമ്പ് ഹൌസിൽ നിന്നും ഒരുമനയൂർ കടപ്പുറം പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം നൽകുന്ന പ്രധാന പൈപ്പാണിത്. വെള്ളം ശക്തിയായി മുകളിലേക്ക് പ്രവഹിച്ചതിനെ തുടർന്ന് ഈ ഭാഗത്ത് 12 അടിയോളം ദൂരത്തിൽ റോഡ് പൊളിഞ്ഞ് മുകളിലേക്ക് ഉയർന്നു. അപകട സാധ്യത കണക്കിലെടുത്ത് ഇതിനു ചുറ്റും ബാരിക്കേഡുകൾ സ്ഥാപിച്ചു. ഇതോടെ ഒരു വശത്തുകൂടെ മാത്രം വാഹന ഗതാഗതം കടന്നു പോകേണ്ട അവസ്ഥയുണ്ടായതിനാൽ കുന്നംകുളം ചാവക്കാട് റോഡിൽ രാവിലെ ഗതാഗത തടസ്സമുണ്ടായി. ഉച്ചയ്ക്ക് 12 മണിയോടെ ജല അതോറിറ്റി അധികൃതർ പമ്പ് ഹൌസിലെ വാൽവ് അടച്ചു. താഴ്ന്ന പ്രദേശമായതിനാൽ മണിക്കൂറുകളോളം വെള്ളം പിന്നെയും ഒഴുകിക്കൊണ്ടിരുന്നു. 8 മണിക്കൂറോളം നേരം കുടിവെള്ളം പാഴായിക്കൊണ്ടിരുന്നതിനാൽ റോഡരികിൽ വലിയ രീതിയിൽ വെള്ളക്കെട്ടും അനുഭവപ്പെട്ടു. 1/2 കിലോമീറ്ററോളം റോഡിലൂടെ ഒഴുകിയ വെള്ളം പിന്നീട് കാനയിലേക്ക് ഒഴുകിയതിനാൽ അമൃത് പദ്ധതിയുടെ കാന നിർമ്മാണവും തടസ്സപ്പെട്ടു. പൊട്ടിയ പൈപ്പ് ശരിയാക്കാൻ 3 ദിവസമെങ്കിലും വേണ്ടിവരുമെന്ന് ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതുവരെ കടപ്പുറം, ഒരുമനയൂർ പഞ്ചായത്തുകളിൽ കുടിവെള്ളം മുടങ്ങുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. അടയ്ക്ക പഴയത് 7,300 രൂപ മുതൽ 7,550 രൂപ വരെ, പുതിയത് 6,808 രൂപ മുതൽ 6,851 രൂപ വരെ, രണ്ടാം തരം 5,000 രൂപ മുതൽ 5,750 രൂപ വരെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പഴഞ്ഞി മേഖലയിലെ ദേവാലയങ്ങളിൽ ദനഹ പെരുന്നാൾ ആഘോഷിച്ചു. ദനഹ പെരുന്നാളിന്റെ ഭാഗമായി പെങ്ങാമുക്ക് തെക്കുമുറി പെരുന്നാൾ ആഘോഷ കമ്മിറ്റി 15 അടിയോളം ഉയരമുള്ള ഡിജിറ്റൽ LED പിണ്ടി തെളിയിച്ചു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ യേശുദേവന്റെ മാമോദീസയെ അനുസ്മരിച്ച് ദനഹ പെരുന്നാൾ ആഘോഷിച്ചു.
പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രലിന് കീഴിലുള്ള ജെറുസലേം സെന്റ് ജോൺസ് കുരിശുപള്ളി പെരുന്നാൾ ആഘോഷിച്ചു. പെങ്ങാമുക്ക് ഹൈസ്കൂളിലെ 1999-2000 കാലഘട്ടത്തിലെ പൂർവ്വ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് ഓർമ്മ സമ്മാനം കൈമാറി. ആർത്താറ്റെ കുന്നംകുളം സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിൽ വികാരിമാർ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഇടത്തരികത്തുകാവിലെ നാട്ടുകാരുടെ വകയായുള്ള പിള്ളേര് താലപ്പൊലി ഭക്ത്യാദരപൂർവ്വം ആഘോഷിച്ചു. മാനസിക നില തെറ്റിയ അന്യസംസ്ഥാന യുവാവിന് സുരക്ഷയൊരുക്കി കുന്നംകുളം പോലീസ്. ചിക്കൻ സ്റ്റാൾ വർക്കേഴ്സ് യൂണിയൻ CITU ഏരിയ കമ്മിറ്റി രൂപീകരണ യോഗം നടത്തി. ഗുരുവായൂർ മമ്മിയൂരിൽ ജല അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടി ആയിരക്കണക്കിന് ലിറ്റർ കുടിവെള്ളം പാഴായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.